എനിക്കിഷ്ടപ്പെട്ട നല്ല പടമാണ്. ഫസ്റ്റ് ഹാഫ്, സെക്കൻഡ് ഹാഫാണ് കൂടുതൽ ബെറ്റർ ആയിട്ട് തോന്നിയത്. സെക്കൻഡ് പാർട്ട് ഉണ്ടെന്നാണ് പറയണത്. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ക്ലാസിക് മൂവിയായിട്ട് കാണാനാണ്. ഒരു മാസ് മൂവിയെക്കാളും ക്ലാസിക് മൂവി എന്നാണ് എനിക്ക് തോന്നിയത്. മാസ് ഉണ്ട്, പക്ഷേ ഒരു ക്ലാസ് ആയിട്ടാണ് മൂവി എടുത്തിരിക്കുന്നത്. ഗംഭീരമാണ്, പുള്ളി ഗംഭീരമാണ്. പുള്ളി ചെയ്യാനുള്ള തന്നെ മാക്സിമം സ്ക്രീൻ പ്രസൻസിൽ ലാലേട്ടൻ മാത്രമേ ഉള്ളൂ. അതിൻ്റെതായ മാറ്റങ്ങളുണ്ട്. കാരണം പുള്ളിയുടെ സിഗ്നേച്ചറുള്ള പടമെന്ന് തന്നെ പറയണം. കാരണം ഇത്തരത്തിലുള്ളൊരു സബ്ജക്റ്റ് ലാലേട്ടൻ ചൂസ് ചെയ്ത് തന്നെ എനിക്ക് തോന്നുന്നു ഒരുപാട് വ്യത്യസ്തമുള്ള ക്യാരക്ടറാണ്. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇപ്പം പാർട്ട് 2 എന്ന് പറയുമ്പോൾ അത് നമ്മൾ കൂടുതൽ എക്സ്പെക്ട് ചെയ്യേണ്ടിയിരിക്കുന്ന ഒരു ഭാഗമായിട്ട്. എന്തുകൊണ്ടാ? തീർച്ചയായിട്ടും എൻ്റെ ഒരു ഒപ്പീനിയനിൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇത് എല്ലാത്തരം, ഇതിൻ്റെ ഫാമിലി ആണെങ്കിൽ ഫാമിലി, യൂത്ത് ആണെങ്കിൽ യൂത്ത്, എല്ലാവരും ഒരുപോലെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു പടമായിരിക്കും. പിന്നെ ഇതൊരു പുതിയ ട്രീറ്റ്മെൻ്റ് ആണ് എന്നുള്ളൊരു ഇതുണ്ട്. കാരണം LJP ഇതുവരെ ചെയ്തിട്ടില്ലാത്തൊരു തരം ട്രീറ്റ്മെൻറ്റിലാണ്. കാരണം നമ്മളിതുവരെ കണ്ട ലിജോ ജോസിൻ്റെ പടം പോലത്തെ പടമല്ല ഇത്. പുതിയ ട്രീറ്റ്മെൻറ്റാണ്. അതുപോലെ ഓരോ ഫ്രെയിമും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്രിയദർശൻ സാറിൻ്റെ ആ ഒരു ഫ്രെയിമിങ് ഒരു രക്ഷയില്ല കേട്ടോ. പഴയ അഴകപ്പൻ എസ് കുമാർ ഫ്രെയിംസാണ് സിനിമാറ്റോഗ്രാഫിയിൽ ഉണ്ടായത്. ആ ഒരു എക്സ്പീരിയൻസ് ഒരിക്കലും നിങ്ങൾ തിയേറ്ററിൽ മിസ് ചെയ്യാതിരിക്കരുത്. അതൊരു ഗംഭീര എക്സ്പീരിയൻസ് ആണ്. സിനിമാറ്റോഗ്രാഫി വണ്ടർഫുള്ളാണ്. അതാണ് ഞാൻ ആദ്യത്തെ ഒരു അരമണിക്കൂർ കണ്ടപ്പോൾ ഞാനിത് അതിന് വേണ്ടി ഫെസ്റ്റിവലിന് വേണ്ടി എടുത്ത പടമാണെന്നാണ് ആദ്യം തോന്നിയത്. ആദ്യത്തെ ഒരു അരമണിക്കൂർ ഭയങ്കര സൈലൻസ് ആണ്. തിയേറ്ററിനകത്തൊക്കെ പിൻ ഡ്രോപ്പ് സൈലൻസ്, എല്ലാവരും ചുമ്മാ ഇരിക്കുന്നു. കുറേയൊക്കെ ടെൻഷനായിപ്പോയി, പടം ഇങ്ങനെ പോകുമെന്നുള്ള ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ആദ്യത്തെ ഒരു അരമണിക്കൂർ കഴിഞ്ഞ് ഫസ്റ്റ് ഹാഫിലേക്ക് ചെന്നപ്പോൾ പടം അങ്ങോട്ട് ഇങ്ങനെ കയറിപ്പോയി. അതാണ് എനിക്കങ്ങനെയാണ് തോന്നിയത്. നമ്മൾ ഫസ്റ്റ് ഒരു അരമണിക്കൂറിൽ നമ്മളിങ്ങനെ തോന്നുന്നു ഒരു ഇങ്ങനെ പോകുന്ന ഒരു പടമാണ്. പക്ഷെ അത് കഴിഞ്ഞ് കയറി രസകരമായിട്ട് തോന്നി. അതാണ് നമ്മുടെ വിശ്വാസം.